ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൻ, അതായത് 2024 ജൂലൈ 15 ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിനിൽ മുൻകാല വർഷത്തെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് പൊതുവിജ്ഞാന ദർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതാണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഗുപ്ത രാജാവ് കുമാരഗുപ്തനാണ്. അപ്പോൾ നളന്ദ സർവകലാശാല സ്ഥാപിച്ച ഗുപ്ത രാജാവാണ് കുമാരഗുപ്തൻ. നളന്ദ സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലവംശ രാജാവാണ് ധർമ്മപാലൻ. അപ്പോൾ നളന്ദ സർവകലാശാലയെ സ്ഥാപിച്ച ഗുപ്ത രാജാവാണ് കുമാരഗുപ്തൻ. എന്നാൽ നളന്ദ സർവകലാശാലയെ പുനരുജ്ജീവിപ്പിച്ച പാലവംശ രാജാവാണ് ധർമ്മപാലൻ. നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഏത് സംസ്ഥാനത്താണ് കാണാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ് നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ഡിഫൻസ് കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് നാഷണൽ ഡിഫൻസ് കോളേജ്, ന്യൂഡൽഹി. രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ് ആരെന്ന് ചോദിച്ചാൽ ജോൺ ആഡംസ് ആണ് രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ്. അവസാനത്തെ പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ഔറംഗസീബാണ്. അപ്പോൾ അവസാനത്തെ പ്രതാപശാലിയായ മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ്. ജേർണലിസം ക്രിയേറ്റീവ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ മാക്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്നും ആദ്യമായി നേടിയത് അമിതാഭ് ചൗധരിയാണ്. തിരുവനന്തപുരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് കോവളം. ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥം ഋഗ്വേദമാണ്. ഏറ്റവും വലിയ കണ്ണുള്ള ജീവിയാണ് ഭീമൻ കണവ. അപ്പോൾ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഭീമൻ കണവ. ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥമാണ് ഋഗ്വേദം. ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക്. അപ്പോൾ ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് ഓഷൻ. ഏറ്റവും വലിയ സസ്തനി തിമിംഗലമാണ്. വിറ്റാമിൻ B1 ശാസ്ത്രീയ നാമമാണ് തയാമിൻ. B1 തയാമിൻ. സ്വയം ചലിക്കാത്ത ജന്തുവാണ് സ്പോഞ്ച്. അപ്പോൾ സ്വയം ചലിക്കാത്ത ജന്തു എന്നറിയപ്പെടുന്നതാണ് സ്പോഞ്ച്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് റൂദർഫോർഡാണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഖനജലം അഥവാ ഹെവി വാട്ടർ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ മോഡറേറ്റർ ആയിട്ടാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഖനജലം ഉപയോഗിക്കുന്നത്. ന്യൂമാറ്റിക് ടയർ കണ്ടുപിടിച്ചത് ഡൺലപ്പാണ്. ന്യൂക്ലിയർ ഫിഷൻ കണ്ടുപിടിച്ചത് ഓട്ടോ ഹാനാണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. അതിൻ്റെ കോഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പെൻ RTC എന്ന് പറഞ്ഞിട്ട് പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ. RTC എന്ന് പറയുമ്പോൾ റൂദർഫോർഡ്, T തോംസൺ, C ചാഡ്വിക്ക്. ഇതാണ് പെൻ RTC എന്ന് പറയുന്ന കോഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കോഡാണിത്. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയാണ്. അപ്പോൾ വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയാണ്. ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരമാണ് മുംബൈ. അപ്പോൾ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈയാണ്. ഓങ് സാൻ സൂചി ഏത് രാജ്യത്തെ നേതാവാണെന്ന് ചോദിച്ചാൽ മ്യാൻമാറിലെ നേതാവാണ് ഓങ് സാൻ സൂചി. ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് ഓടക്കുഴൽ അവാർഡ് സമ്മാനിക്കുന്നത്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പാണ്. അപ്പോൾ ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്, ഏർപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പാണ്. ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ ATM മെഷീൻ്റെ ഉപജ്ഞാതാവാണ് വാൾട്ടർ റിസ്റ്റൺ. അപ്പോൾ ATMൻ്റെ ഉപജ്ഞാതാവാണ് വാൾട്ടർ റിസ്റ്റൺ. ഓരോരുത്തരിൽ നിന്നും അവരവരുടെ കഴിവിനനുസരിച്ച്, ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ തത്വം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടതാണ്. ഓരോരുത്തരിൽ നിന്നും അവരുടെ കഴിവിനനുസരിച്ച്, ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ തത്വം കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. അപ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. കൂനൻ കുരിശ് സത്യം ഏത് വർഷത്തിലാണെന്ന് ചോദിച്ചാൽ AD 1653 കൂനൻ കുരിശ് സത്യം നടന്നത്. ഷാജഹാൻ്റെ ശവകുടീരം ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആഗ്രയിലാണ്. ഷഡ്ദർശനങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ ന്യായ, വൈശേഷിക, സംഖ്യ, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. അപ്പോൾ ഷഡ്ദർശനങ്ങളാണ് ന്യായ,
വൈശേഷിക, സംഖ്യ, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അപ്പോൾ സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക.